ചാമ്പ്യൻസ് ലീഗ് ഘട്ടത്തിലെ ഏഴാം മത്സരത്തിൽ സ്ലാവിയ പ്രാഗിനെ അവരുടെ തട്ടകത്തിൽ നേരിട്ട ബാഴ്സലോണയ്ക്ക് ആവേശോജ്വലമായ വിജയം. തുടക്കത്തിൽ പിന്നിൽ പോയെങ്കിലും ശക്തമായി തിരിച്ചടിച്ച ബാഴ്സലോണ 4-2 എന്ന സ്കോറിനാണ് വിജയം സ്വന്തമാക്കിയത്. ഫെർമിൻ ലോപ്പസിന്റെ ഇരട്ട ഗോളുകളും ഡാനി ഓൾമോയുടെ ഇമ്പാക്റ്റും ബാഴ്സയുടെ വിജയത്തിൽ നിർണായകമായി. മത്സരത്തിന്റെ 10-ാം മിനിറ്റിൽ തന്നെ ബാഴ്സലോണയെ ഞെട്ടിച്ചുകൊണ്ട് സ്ലാവിയ പ്രാഗ് ലീഡ് നേടി. കളിയിലേക്ക് പതുക്കെ തിരിച്ചു വന്ന ബാഴ്സലോണയ്ക്കായി 34-ാം മിനിറ്റിൽ യുവതാരം ഫെർമിൻ ലോപ്പസ് സമനില ഗോൾ കണ്ടെത്തി. ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഫെർമിൻ ലോപ്പസ് തന്റെ രണ്ടാമത്തെ ഗോളും നേടി ബാഴ്സയ്ക്ക് ലീഡ് സമ്മാനിച്ചു. എന്നാൽ സ്ലാവിയ വിട്ടുകൊടുത്തില്ല. ബാഴ്സലോണ താരം റോബർട്ട് ലെവൻഡോസ്കിയുടെ കാലിൽ തട്ടി പന്ത് സ്വന്തം വലയിലേക്ക് കയറിയതോടെ ആദ്യ പകുതിയിൽ സ്കോർ 2-2 എന്ന നിലയിലായി. രണ്ടാം പകുതിയിൽ ബാഴ്സലോണയുടെ ആധിപത്യമാണ് കണ്ടത്. പകരക്കാരനായി ഇറങ്ങിയ ഡാനി ഓൾമോ 63-ാം മിനിറ്റിൽ മികച്ചൊരു ഗോളിലൂടെ ബാഴ്സയെ വീണ്ടും മുന്നിലെത്തിച്ചു. 70-ാം മിനിറ്റിൽ ആദ്യ പകുതിയിലെ സെൽഫ് ഗോളിന് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് റോബർട്ട് ലെവൻഡോസ്കി ബാഴ്സയുടെ 4-ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. മാർക്കസ് റാഷ്ഫോർഡിന്റെ മികച്ചൊരു ക്രോസിൽ നിന്നായിരുന്നു ലെവൻഡോസ്കിയുടെ ഈ ഗോൾ. ഈ വിജയത്തോടെ ബാഴ്സ ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ 8-ൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു. നിലവിൽ 13 പോയിന്റുമായി 9-ാം സ്ഥാനത്താണ് ബാഴ്സലോണ. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സയുടെ അടുത്ത മത്സരം സ്വന്തം മൈതാനത്ത് കോപ്പൻഹേഗനെതിരായാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.